ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ ആരാണെന്ന് നോക്കില്ല, പറയും, മുഖത്ത് നോക്കി പറയും. അല്ലാണ്ട് സൂചിപ്പിക്കൽ പരിപാടിയില്ല. സത്യസന്ധതയോടുകൂടി സംസാരിക്കും. എന്നാൽ ആരെയും പാര വെച്ചിട്ടുമില്ല, ആരെയും ചതിച്ചിട്ടുമില്ല, വഞ്ചിച്ചിട്ടുമില്ല, ഇനി അങ്ങോട്ടും ചെയ്യാനുള്ള ആഗ്രഹമില്ല. ഇത് അമ്മയുടെ ഇലക്ഷന് നിൽക്കണമെന്ന് ആഗ്രഹം തോന്നി. കുറേ നല്ല സുഹൃത്തുക്കൾ പറഞ്ഞു നിൽക്കണം. അങ്ങനെ എൻ്റെ പ്രസൻറ്റ് ഏജും എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു മണി വൈസ് പ്രസിഡൻഷിപ്പിന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും വിചാരിച്ചു ഓക്കെ എന്നാൽ നിൽക്കാം. വൈസ് പ്രസിഡൻ്റായിട്ട് നിന്നു. പക്ഷെ അതിന് ഇത്രത്തോളം ഒരു ബാക്ക് ഫയറിങ് ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൽക്കില്ലായിരുന്നു. എനിക്ക് അതിനകത്ത് കയറി ഒന്നും നേടാനില്ല. എനിക്ക് കുറച്ച് നന്മകൾ ചെയ്യണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ലാലിനെ പോലെ ഒരു വ്യക്തിത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ മമ്മൂക്ക കുറച്ച് നാളായിട്ട് പുള്ളി ഇല്ല, ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു, പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ കുറച്ച് നല്ലവരോടൊപ്പം ചേർന്ന് നമുക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സൽപ്രവർത്തികൾ ചെയ്യാമല്ലോ. അപ്പം ഞാൻ മമ്മൂക്കയായിട്ടോ ലാലായിട്ടോ കമ്പയർ ചെയ്യില്ല കേട്ടോ. ദേ ആർ പില്ലേഴ്സ് ഓഫ് ദി ഫിലിം ഇൻഡസ്ട്രി. അവരവരുടെ എന്താ പറയുക, വളരെ അധ്വാനം കൊണ്ട് വലിയ രീതിയിൽ കയറി വന്ന 2 സ്ട്രോങ് പില്ലേഴ്സ് ഓഫ് ദ മലയാളം ഇൻഡസ്ട്രിയാണ്. ഞാൻ അവരായിട്ട് കമ്പയർ ചെയ്യില്ല. ഐ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്സ് ടു ദം. ഞാൻ ഇത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, ഒരു നന്മ ചെയ്യണം, നല്ലൊരു കാര്യത്തിൽ ഇടപെടണം എന്നുകൊണ്ട് ഇറങ്ങി.